السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ളവരെ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇനിയും തന്റെ ശിഷ്യനോട് പറയുകയാണ്, അയ്യുഹൽ വലദു മോനെ, കമ്മിൻ ലയാലിൻ അഹ്യൈതഹാ ബിതക്റാരിൽ ഇൽമി വമുതാലഅത്തിൽ കുതുബി വഹറംത അലാ നഫ്സിക അന്നൗം. എത്ര രാത്രികളിലാണ് നീ ഉറക്കമൊഴിച്ച് ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തും പഠിച്ച വിജ്ഞാനങ്ങൾ ആവർത്തിച്ച് പാരായണം ചെയ്തുമൊക്കെ നീ സമയം ചെലവാക്കിയത്? എത്ര രാത്രിയാണ് നീ ജീവിപ്പിച്ചത്? അഥവാ ഉറങ്ങാതെ നീ ജീവിപ്പിച്ചു, സജീവാക്കി. ലാ അഅലമു മാ കാനൽ ബായിസു ഫീഹി. ആ രാത്രികളൊക്കെ ഉറങ്ങാതെ ലഭിച്ചിട്ടുള്ള വിജ്ഞാനങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പാരായണം ചെയ്യുകയും അതേപോലെ തന്നെ ഗ്രന്ഥങ്ങളൊക്കെ ആവർത്തിച്ച് നീ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തതിന്റെ നിന്റെ പ്രേരകമായിട്ടുള്ള ഘടകം എന്തായിരുന്നു, അതിന്റെ മോട്ടീവ് എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല. ആ മോട്ടീവ് ഒരു പക്ഷേ ഇൻകാന നെയ്ലു അറളി ദുനിയ, ഇൻകാനാതായിരുന്നുവെങ്കിൽ നെയ്ല അറളി ദുനിയ വജസ്ബ ഹിതാമിഹ വതഹ്സീല മനാസിബിഹ വൽ മുബാഹാത്തി അലൽ അഖ്റാനി വൽ അംസാൽ ഫവൈലുൽ ലക സുമ്മ വൈലുൽ ലക. ആ പഠനം കൊണ്ട് നീ ഉദ്ദേശിച്ചിരുന്നത് ഭൗതികമായിട്ടുള്ള ചില വിഭവങ്ങൾ നിന്നിലേക്ക് എത്തിക്കലും അതേപോലെ തന്നെ വലിയ പണ്ഡിതനായിക്കൊണ്ട് വലിയ സ്ഥാനമാനങ്ങൾ നേടലും നിന്റെ സുഹൃത്തുക്കളും അതേപോലെ തന്നെ തന്റെ നാട്ടുകാരുമായിട്ടുള്ള ആളുകളുടെ മുന്നിൽ അഭിമാനം പറയലും ഒക്കെയായിരുന്നു നിന്റെ ലക്ഷ്യമെങ്കിൽ ഫവൈലുല്ലക സുമ്മ വൈലുല്ലക, നാശങ്ങളൊക്കെ നിനക്ക് മേൽക്കുമേൽ ഞാൻ നേരുകയാണ്. നാം ചിന്തിക്കണം, ഒരു വിജ്ഞാനം ഒരാൾ പഠിക്കുന്നു, അവന്റെ ഉദ്ദേശം എന്താ? ഞാൻ വലിയ പണ്ഡിതനായി നാട്ടിലൊക്കെ അറിയപ്പെടണം, അങ്ങനെ പണ്ഡിതന്മാർക്ക് ലഭിക്കുന്ന എല്ലാ നേട്ടങ്ങളും എനിക്ക് അതിന്റെ ചെലവിൽ ഉണ്ടാക്കാൻ പറ്റണം. പാണ്ഡിത്യം എന്നത് തന്റെ ദുനിയാവ് സമ്പാദിക്കാനുള്ള ഒരു മാർഗമാക്കണം എന്നാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ചില ആളുകളെ കാണാൻ നമുക്ക്, അവർ പലതും പഠിക്കുന്നു. എന്തിനാ അവർ പഠിക്കുന്നത്? തന്റെ അത്ര തന്നെ വിവരമില്ലാത്ത ആളുകളുടെ മുന്നിൽ വന്നിട്ട് ആളാവാൻ, അതല്ലെങ്കിൽ തന്നെപ്പോലെ തന്നെ വിജ്ഞാനമുള്ളവരുടെ മുന്നിൽ വന്നിട്ട് തർക്കിച്ച് ജയിക്കാൻ. അപ്പൊ അതിനെന്റെ കയ്യിൽ കുറച്ച് വിവരം വേണം, അതിനുവേണ്ടിയാണ് പഠിക്കുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനോ അവന്റെ പൊരുത്തത്തിനോ അല്ലാതെ ഇങ്ങനെ ദുനിയാവിലെ സ്ഥാനമാനങ്ങൾ നേടലോ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാക്കലോ അല്ലെങ്കിൽ വെറുമൊരു ജോബ് നേടുക എന്ന ലക്ഷ്യമോ ഒക്കെയായിട്ടാണ് നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തതെങ്കിലും അതേപോലെ കിതാബുകൾ മുതാല ചെയ്തതെങ്കിലും നിന്നോട് എനിക്ക് പറയാനുള്ളത് ഫവൈലുൽ ലക സുമ്മ വൈലുൽ ലക, നാശങ്ങൾ മുഴുവനും നിനക്കുള്ളതാകുന്നു എന്നാണ്. വഇൻകാന ഖസ്ദുക ഫീഹി ഇഹ്യാ ശരീഅത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേസമയത്ത് നീ ആ വിവരം പഠിച്ചപ്പോൾ നിന്റെ ഉദ്ദേശം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്ത് അത് സജീവമാക്കലാണെങ്കിൽ, അതേപോലെ തന്നെ തഹ്ദീബ് അഖ്ലാഖിക, നിന്റെ സ്വഭാവങ്ങളെ അത് നന്നാക്കലുമാണെങ്കിൽ, വകസറൻ നഫ്സിൽ അമ്മാറത്തി ബിസ്സൂഇ, തിന്മ കൊണ്ട് വല്ലാതെ കൽപ്പിക്കുന്ന നിന്റെ ശരീരത്തിന്റെ അതേപോലെ ദേഹത്തിന്റെ ഇച്ഛകളെ തകർത്ത് കളയലുമാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഫതൂബാലക സുമ്മ തൂബാലക്, മംഗളങ്ങളായ മംഗളങ്ങൾ മുഴുവനും നിനക്ക് ഞാൻ നേരുന്നു. ഒരു വിവരം പഠിക്കുന്ന സമയത്ത് ഒരു മുസ്ലിമായ മനുഷ്യൻ അവന്റെ മനസ്സിലുണ്ടാകേണ്ട ശരിയായ ഉദ്ദേശം എന്താ? ഒന്നാമതായിട്ട് ഇഹ്യാഉ ശരീഅത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ച യഥാർത്ഥ ഇസ്ലാം സജീവമാക്കുക എന്നതാണ്. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ, ഇസ്ലാമിന്റെ പേരിൽ ഇല്ലാത്ത ഓരോ ചരക്കുകൾ ഇറക്കുമതി ചെയ്യാൻ, ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിലില്ലാത്ത പല വാദഗതികളും കൊണ്ടുവരാൻ പലരും മെനക്കെടുമ്പോൾ ശിർക്കല്ലാത്തത് ശിർക്കാണെന്നും കുഫറല്ലാത്തത് കുഫറാണെന്നും ബിദ്അത്തല്ലാത്തത് ബിദ്അത്താണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ വാചകമടിക്കുന്ന ഒരു കാലഘട്ടം വരുമ്പോ അള്ളാഹുവിന്റെ ദീനിന്റെ ശരിയായ നിലപാട് ഇന്നതാണെന്ന് വിശദീകരിച്ചു കൊടുക്കാൻ, അവിടെയും ആളാവുക എന്ന ഉദ്ദേശമല്ല, അള്ളാഹുവിന്റെ ദീന് നിലനിൽക്കുക എന്ന ലക്ഷ്യം. ആ ലക്ഷ്യത്തോടുകൂടെ ഒരു മനുഷ്യൻ ഇവിടെ ശരിയായ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി അതിനെനിക്ക് വിജ്ഞാനം വേണം, അല്ലെ? അള്ളാഹുവിന്റെ ദീനിൽ അങ്ങനെ ഉണ്ടെന്ന് ഒരാൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ദീനിൽ ഇല്ലാത്തതും പൂർവ്വസൂരികൾ പഠിപ്പിക്കാത്തതുമായിട്ടുള്ള ഒരു ആശയമാണ് അവൻ പറയുന്നതെങ്കിൽ, ആ ആശയത്തെ ശക്തമായി എതിർക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിജ്ഞാനം തന്റെ കയ്യിൽ വരണം. അപ്പൊ ആ വിജ്ഞാനം ഉണ്ടാക്കിയിട്ട് എനിക്ക് എന്തിനെ തകർക്കണം? ബിദ്അത്തിനെ തകർക്കണം.
അതേപോലെ തന്നെ കുഫറിനെ, ഇസ്ലാമികമായിട്ടുള്ള ആശയങ്ങളിലേക്ക് കുഫർ കടന്നു വരുന്നതിനെ ഇല്ലായ്മ ചെയ്യണം എന്ന ഉദ്ദേശമാണ് അവൻ ഒന്നാമതായിട്ടുള്ളത്. രണ്ടാമതായിട്ട് തഹ്ദീബിൻ അഖ്ലാഖിക, നിന്റെ മനസ്സിന്റെ സ്വഭാവങ്ങൾ, ആ സ്വഭാവങ്ങൾ നന്നാക്കുക. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ കൾച്ചർ എങ്ങനെയായിരിക്കണം, അവന്റെ ബിഹേവിയർ എന്തായിരിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി അത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് പഠിച്ചിട്ടുണ്ടാക്കണം അല്ലേ ഒരു മനുഷ്യന്റെ ജീവിതം. അവന്റെ വ്യക്തി ജീവിതത്തിൽ അവൻ കൊണ്ടു നടക്കേണ്ട സ്വഭാവ ഗുണങ്ങളുണ്ട്. സാമൂഹ്യ ജീവിതത്തിൽ അവൻ പ്രാവർത്തികമാക്കേണ്ട ചിട്ടവട്ടങ്ങളുണ്ട്. കുടുംബജീവിതത്തിൽ അവൻ പ്രത്യേകമായി പരിഗണിക്കേണ്ട ഒട്ടനവധി മാറ്ററുകളുണ്ട്. അത്തരം സംഗതികളിലൊക്കെയും അവന്റെ ജീവിതത്തെ എങ്ങനെയൊക്കെ ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. ഇസ്ലാമിന്റെ കൃത്യമായിട്ടുള്ള പോളിസി അറിയാത്തവനാണെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടും. അപ്പൊ ആ ചെയ്തു കൂട്ടുന്നതിൽ ഒരിക്കലും തന്നെ ഒരു മുസ്ലിമിന്റെ കൾച്ചറിന് നിരക്കാത്തതൊന്നും എന്നിൽ നിന്ന് വരാൻ പാടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളത് ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങളുടെ സമ്പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടതെന്നാണ്. ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ ഓരോരുത്തരോടുള്ള സമീപനത്തിലും നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടുണ്ട്. സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ചിരിക്കാന്നല്ല. ചിലരോട് ചിരിക്കാതിരിക്കൽ സൽസ്വഭാവമാവും, വേറെ ചിലരോട് ചിരിക്കൽ സൽസ്വഭാവമായിരിക്കും. ചില ഘട്ടങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു എന്ന് ഹദീസുകളിൽ കാണാറില്ലേ നമ്മൾ? എന്താണ് അതിന്റെ അർത്ഥം? എല്ലാവരോടത്തും ചിരിക്കലല്ല, എല്ലാവരോടും സോഷ്യലായിട്ട് പെരുമാറലല്ല സൽസ്വഭാവം. മറിച്ച് അധർമ്മത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ സമയത്ത്, ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നിടത്ത് മുഖം നോക്കാതെയുള്ള ചില കർക്കശത്തിന്റെ ശൈലികൾ ചിലപ്പോ ആവശ്യമായി വരും. അവിടെ ആ ശൈലികളാണ് സൽസ്വഭാവം. അപ്പൊ ആ നിലക്ക് നിന്റെ സ്വഭാവം സംശുദ്ധമാക്കാൻ ആവശ്യമായ ഇൽമു വേണം. അതുകൊണ്ട് ഞാനൊരു നല്ല മുസ്ലിമാകാൻ വേണ്ട സ്വഭാവങ്ങൾ പഠിക്കൽ എന്റെ ഇൽമിന്റെ ലക്ഷ്യമാണ് എന്ന് നീ കരുതിയിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നിന്നോട് തിന്മ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ദേഹം, ആ ദേഹത്തിന്റെ ഇച്ഛകളിൽ നിന്ന് നിനക്ക് മാറി നിൽക്കണമെങ്കിൽ ഈ സംഗതി തിന്മയാണെന്ന് നിനക്കറിയണ്ടേ? അതറിഞ്ഞിട്ട് വേണ്ടേ അത് കൽപ്പിക്കുമ്പോൾ ശരീരത്തെ അതിൽ നിന്ന് തടഞ്ഞു നിർത്താൻ ആവശ്യമായ പ്രവർത്തനം നടത്താൻ? അപ്പൊ അതൊക്കെയാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ ഫതൂബാലക സുമ്മ തൂബാലക്, നിനക്ക് മംഗളങ്ങളെല്ലാം ഞാൻ നേരുന്നു എന്ന് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പൊ നമ്മളൊക്കെയും ഒരു വിഷയം പഠിക്കുമ്പോൾ ആ പഠിക്കുന്നത് കൊണ്ട് ആരുടെ മുന്നിലും ആളാവുക എന്ന ലക്ഷ്യമല്ല നമുക്ക് വേണ്ടത്. അള്ളാഹുവിന്റെ ദീന് ശരിയായ വിധത്തിൽ നിലനിർത്താനുള്ള ഒരു ശ്രമം, എന്നെക്കൊണ്ടാവും വിധത്തിൽ ഞാനത് ചെയ്യുന്നു എന്ന് ചിന്തിക്കണം നമ്മൾ. നിങ്ങൾ നോക്കൂ, ഗസാലി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടിന്റെ മാസമാണിത് എന്ന് ഞാൻ പറഞ്ഞില്ലേ? മഹാനവറുകൾ ഈ ലോകത്ത് ജീവിച്ചപ്പോൾ, അതേപോലെ എല്ലാ പണ്ഡിതന്മാരും ഈ ലോകത്ത് ജീവിച്ചപ്പോൾ അവരുടെ സമയത്തിന്റെ മുക്കാൽ ഭാഗവും അവർ ഇൽമിന്റെ വ്യാപനത്തിനു വേണ്ടി ചെലവാക്കി. എന്തായിരുന്നു അതിന്റെ മോട്ടിവേഷൻ? അതിന്റെ മോട്ടിവേഷൻ മറ്റൊന്നുമല്ല, അള്ളാഹുവിന്റെ ദീൻ ഇവിടെ വികലമാക്കപ്പെടുന്ന ഒരു സമയത്ത് അതിന്റെ ഒറിജിനാലിറ്റി സംരക്ഷിക്കാൻ എന്ത് ചെയ്തു എന്ന് റബ്ബ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് എന്റെ ചിന്ത എന്ന് അവരൊക്കെ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ടാണ് മഹാനവറുകൾ പറയുന്നത് വലഖദ് സദഖ മൻ ഖാൽ, പറഞ്ഞയാള് സത്യം പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞത്? സഹറുൽ ഉയൂനി ലിഗൈരി വജ്ഹിക ളായിഉ വബുകാഉഹുന്ന ലിഗൈരി ഫഖദിക ബാതിലു. സഹറുൽ ഉയൂനി ലിഗൈരി വജ്ഹിക, പടച്ചോനെ നിന്റെ പൊരുത്തത്തിനു വേണ്ടിയല്ലാതെ ഉറക്കമൊഴിക്കുക എന്ന് പറയുന്നത് ലായൂൻ, അതൊരു വെറുമ്പണിയാണ്. അള്ളാന്റെ പൊരുത്തത്തിനു വേണ്ടി ഉറക്കമൊഴിക്കേണ്ടി വന്ന അത് നമുക്ക് വലിയ പുണ്യമാണ്. അതേസമയത്ത് പടച്ചോന്റെ പൊരുത്തത്തിനു വേണ്ടി അല്ലാതെ ഉറക്കമൊഴിക്കുന്നത് ഒരു വെറുമ്പണിയാണ്, വൃഥാവിലാവുന്ന ഒരു ജോലിയാണ്. അള്ളാഹുവിന്റെ ആ പൊരുത്തം ലഭിക്കാതെ പോകുമോ എന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടല്ലാത്ത കരച്ചിൽ, ആ കരച്ചിലും ഫലം ലഭിക്കാതെ പോകുന്ന ഒരു സംഗതിയാണ്. അപ്പോ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ പരമാവധി ഇൽമു സമ്പാദിക്കണം, അവന് നല്ല ഉദ്ദേശവും ഉണ്ടാകണം. ആ നല്ല ഉദ്ദേശം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ ഒറിജിനലായ ആശയങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എന്നതാവണം. അല്ലാതെ ആളുകളുടെ മുന്നിൽ ആളാവാനോ ജനങ്ങളുടെ മുന്നിൽ വലിയ പണ്ഡിതനായി ചമയാനോ അത് മുഖേന തന്റെ വ്യക്തി പ്രഭാവങ്ങൾ നിലനിർത്താനോ ഉള്ള ഒരു പേഴ്സണലായ നേട്ടത്തിന് വേണ്ടിയുള്ള ഒരു സംഗതിയും വിജ്ഞാന സമ്പാദനം കൊണ്ട് ഉദ്ദേശം ആക്കാൻ പാടില്ല. ഞാൻ നന്നാവണം, എനിക്ക് അറിയാവുന്ന സംഗതികൾ പഠിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ നന്നാക്കാനും ശ്രമിക്കണമെന്ന ആത്മാർത്ഥതയിൽ ഊന്നിയ ഒരു സമീപനവും ശൈലിയും, അത് മാത്രമായിട്ട് നീ ഇൽമു പഠിച്ചുവെങ്കിൽ, അതിനുവേണ്ടി നീ സമയം കളഞ്ഞുവെങ്കിൽ, അതിനുവേണ്ടി ഉറക്കമൊഴിച്ചുവെങ്കിൽ,
നിനക്കാണ് മംഗളങ്ങളെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ശിഷ്യനോട് പറയുന്നു. നമുക്കും അതൊക്കെ ബാധകമാണെന്ന് ഞാൻ ഉണർത്തുന്നു. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.